നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 66ാമത് റിപ്പബ്ലിക് ദിനം രാജ്യം പ്രൗഢോജ്വലമായി ആഘോഷിച്ചു. കാസർഗോഡ് മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. ശക്തമായ ജനാധിപത്യത്തിന് ഭാരതം മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും മന്ത്രി. ബാർക്കോഴ ചൊവ്വാഴ്ച സംസ്ഥാനത്ത് BJP ഹർത്താൽ. എൻഡോസൾഫാനിരകളെ സഹജീവികളായി കണ്ട് രോഗപരിഹാരം നടത്തണമെന്ന് പ്രമുഖ എഴുത്തുകാരൻ ആശാ മേനോൻ. എൻഡോസൾഫാനിരകളെ പ്രദർശന വസ്തുക്കളാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആശാ മേനോൻ. വാർത്തകൾ വിശദമായി. 66ാമത് റിപ്പബ്ലിക് ദിനം രാജ്യം പ്രൗഢോജ്വലമായി ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. 66ാമത് റിപ്പബ്ലിക് ദിനം രാജ്യം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, അംഗനവാടികൾ, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ജില്ലയിലും വിപുലമായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. പരേഡിൽ 30 പേർ വീതമടങ്ങുന്ന 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. സായുധ സേന, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻറ് പോലീസ്, കാഡറ്റ്, NCC സീനിയർ ഡിവിഷൻ, NCC ജൂനിയർ ഡിവിഷൻ, NCC നേവൽ വിംഗ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. പെരിയ ജവഹർ നവോദയ വിദ്യാലയം, പോലീസ് സേനാ വിഭാഗം, പുളിയത്തടുക്ക ജയ്മാതാ സ്കൂൾ എന്നിവയുടെ ബാൻഡ് വാദ്യങ്ങൾ പരേഡിന് താളവാദ്യം ഒരുക്കി. കൂഡ്ലു ചൈതന്യ സ്കൂൾ വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനം, പെരിയ നവോദയ വിദ്യാർത്ഥികളുടെ ചെണ്ടമേളം, പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ മാർഗംകളി, ദേശഭക്തി ഗാനം തുടങ്ങിയവയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. MLA മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുജനങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ആഘോഷത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ശക്തമായ ജനാധിപത്യത്തിന് ഭാരതം മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു പല രാജ്യങ്ങളും പട്ടാള ഭരണത്തിലേക്ക് ചെന്നപ്പോൾ ഇവിടെ ജനാധിപത്യം ശക്തിപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. വികസന മേഖലയിൽ എന്ന പോലെ ബഹിരാകാശ രംഗത്തും നാം വളരെയേറെ മുന്നേറി കഴിഞ്ഞു. ഭക്ഷ്യസുരക്ഷാ നിയമം നാം പുതുതായി നടപ്പിലാക്കി വരികയാണ്. ഭക്ഷണം അവകാശമായി മാറുകയാണ് ഇവിടെ. വിവരാവകാശ നിയമം, സേവനാവകാശം എന്നിവയൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയെ മാതൃകയാക്കുകയാണ്. സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിയുടെ ഭാഗമായാണ് റേഷൻ കാർഡിൽ ഗൃഹനാഥയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. സംവരണം ഇല്ലാതെ അവർക്ക് മുന്നിലെത്താൻ കഴിയണമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിർമ്മിതമായിരിക്കുന്ന ഏറ്റവും പുതിയ നിയമത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന വലിയൊരു പ്രാധാന്യമാണ്. അവിടെ സ്ത്രീകൾക്ക് അവർക്ക് സമൂഹത്തിൻ്റെ അവർക്ക് റേഷൻ കാർഡുകൾ സ്ത്രീകളുടെ പേരിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ തീർച്ചയായും ആ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്ന് നമ്മുടെ സംസ്ഥാനം നമ്മൾ നടപ്പിലാക്കിയാണ്. ഇന്ന് നമുക്കറിയുന്ന കേരളത്തെ സംബന്ധിച്ച് വികസനത്തിൻ്റെ പുതിയ ഒരു മേഖലയിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സാധാരണ പൗരനിലേക്ക് സ്പർശിക്കുക എന്നുള്ളത്. ഇവിടെ ഈ ഗവൺമെൻറ് വന്നപ്പോൾ തുടങ്ങിയ 1 രൂപ ഭക്ഷ്യധാന്യ പദ്ധതിയാണെങ്കിലും കാരുണ്യ ബെനവലന്റ് ഫണ്ടാണെങ്കിലും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങി വരുവാൻ കാരണം ഈ ഗവൺമെൻറ് ഉറച്ചു വിശ്വസിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്. വികസനം അർത്ഥവത്താവുന്നത് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേ അർത്ഥത്തിൽ നീതി ലഭ്യമാവുമ്പോൾ എല്ലാ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവർ അതിൻ്റെ മുൻപന്തിയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ മാത്രമേ വികസനം അർത്ഥവത്താവുകയുള്ളൂ. രാജ്യത്തിനൊപ്പം സംസ്ഥാനത്തിൻ്റെയും വളർച്ചയ്ക്ക് ശക്തി പകരാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാർ കോഴ വിവാദത്തിൽപ്പെട്ട ധനമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ബാർക്കോഴ വിവാദത്തിൽപ്പെട്ട ധനമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പത്രം, പാൽ, ആശുപത്രി എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഹർത്താൽ പിൻവലിച്ചു എന്ന രീതിയിൽ വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BJP നേതാക്കൾ അറിയിച്ചു. ഹർത്താലിനെ തുടർന്ന് കണ്ണൂർ, കാലിക്കറ്റ്, കുസാറ്റ്, MG, കേരള എന്നീ സർവകലാശാലകൾ ചൊവ്വാഴ്ച നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ചൊവ്വാഴ്ച നടത്താനിരുന്ന റേഷൻ കാർഡ് ഫോട്ടോയെടുപ്പും മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. ഹർത്താൽ കണക്കിലെടുത്ത് ജില്ലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ പ്രശ്നം സൗന്ദര്യശാസ്ത്രപരമായി നേരിടേണ്ട ഒന്നല്ലെന്നും ഇരകളെ സഹജീവികളായി കണ്ട് രോഗപരിഹാരം നടത്തേണ്ട ആരോഗ്യ പ്രശ്നമാണെന്നും പ്രശസ്ത നിരൂപകൻ ആശാ മേനോൻ പറഞ്ഞു. നെഞ്ചംപറമ്പിലെ അമ്മമാർ സുപ്രീം കോടതിക്ക് അയച്ച കത്ത് ഉൾപ്പെടുത്തിയ കണ്ണൂർ സർവകലാശാലയിലെ BA ഇംഗ്ലീഷ് പാഠപുസ്തകമായ ഗ്രീൻ വോയിസിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇര എന്നുള്ള വാക്ക് നമ്മൾ മാറ്റിയിട്ട് അവരെ നമ്മുടെ സഹജീവികളായിട്ട് സ്വീകരിക്കാനുള്ളൊരു മനസ്ഥിതി നമ്മളുണ്ടാവണം. അവരെ ഇരകളാക്കി തീർത്തത് മനുഷ്യൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, കാരണം മറ്റാരുമല്ല അവരെ ഇരകളാക്കിയത്. അതോ ചില കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഉപ്പുമരച്ചോട്ടിൽ നടന്ന പരിപാടിയിൽ ആശാ മേനോൻ മാധ്യമപ്രവർത്തക വിധു വിൻസെന്റിന് പുസ്തകം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. പരിപാടിയുടെ ഭാഗമായി മരം നിറയെ പരിപാടിയും സംഘടിപ്പിച്ചു. എൻഡോസൾഫാനെ കുറിച്ചുള്ള ആശങ്കകളും അഭിപ്രായങ്ങളും കടലാസിൽ എഴുതിയ അമ്മമാർ ഒപ്പുമരത്തിൽ തൂക്കി. പാലിയേറ്റീവ് കെയർ പ്രവർത്തകൻ TP പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എൻവിസാജ് മാനേജിംഗ് ട്രസ്റ്റി അഹ്സൻ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഗ്രീൻ വോയിസ് എഡിറ്റർ പ്രൊഫസർ ലസിത, PN ഗോപികൃഷ്ണൻ, പ്രൊഫസർ സാഹിറ റഹ്മാൻ, GV വത്സൻ, മോഹനൻ പുലിക്കോടൻ, മാഹിൻ കുന്നിൽ, പ്രൊഫസർ MA റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഉണ്ടാക്കുന്നത് ഒരു പ്രതിരോധ മൂല്യമാണ്. കാരണം ഇരകൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാവണം. മറിച്ച് പ്രഖ്യാപിക്കപ്പെട്ട പ്രതി രക്ഷപ്പെടാൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്രതിരോധ സമരങ്ങൾക്ക് അറുതി വരണം. അതിൽ ജനങ്ങൾ വഞ്ചിതരാവാതിരിക്കണം എന്നുള്ള ഒരു മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ ഒത്തുചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് മരം നിറയെ എന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പ് പോലെയുള്ളൊരു സംഭവം
ആളുകൾക്ക് അതിൽ അഭിപ്രായം എഴുതിയിടാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് ആശങ്കകളുണ്ടോ? അതിപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ഇരകളെ സഹായിക്കാവുന്ന വിധത്തിലുള്ള എല്ലാം സർക്കാരിൻ്റെ ഓഫീസുകളിലേക്ക് എത്തിക്കാൻ പോലും ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. തീർച്ചയായും ഇവിടെ ഒരു പ്രതിരോധ മുഖം, പുതിയ ഒരു പ്രതിരോധ മുഖം എൻഡോസൾഫാൻ്റെ അകത്ത് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ എൻവിസാജ് ആഗ്രഹിക്കുന്നത്. എൻവിസാജ് മൊഗ്രാൽ പുത്തൂർ കുന്നിൽ ശാഖ MSFുമായി സഹകരിച്ച് എൻഡോസൾഫാൻ കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റും നൽകി. എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരിയമ്മ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഇന്ത്യ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഒബാമ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി CPMന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. CPM ഏരിയ നേതാക്കളായ K ഭാസ്കരൻ, PV കുഞ്ഞമ്പു, P ദാമോദരൻ, KA അനീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. K കൃഷ്ണൻ സ്മാരക അവാർഡ് എബി കുട്ടിയാനത്തിന്. ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 3 വീടാണ് എന്ന ശീർഷകത്തിലുള്ള റിപ്പോർട്ടാണ് എബിയെ അവാർഡിന് അർഹനാക്കിയത്. കാസർഗോഡ് പ്രസ് ക്ലബിൻ്റെ സ്ഥാപക സെക്രട്ടറിയും മുതിർന്ന പത്രപ്രവർത്തകനുമായിരുന്ന K കൃഷ്ണൻ്റെ സ്മരണാർത്ഥം ജില്ലയിലെ പ്രാദേശിക പത്രപ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് ചന്ദ്രിക ലേഖകനും KCN ന്യൂസ് എഡിറ്ററുമായ എബി കുട്ടിയാനം അർഹനായി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 3 വീടാണ് എന്ന ശീർഷകത്തിൽ ചന്ദ്രിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് അവാർഡിന് അർഹനാക്കിയത്. 5001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് K കൃഷ്ണൻ്റെ 10ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 29-ന് സമ്മാനിക്കും. രാവിലെ 10:30-ന് പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരനും കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസ് ഡയറക്ടറുമായ ഡോക്ടർ AM ശ്രീധരൻ അവാർഡ് ദാനം നിർവഹിക്കും. ചടങ്ങിൽ ജില്ലാ ആസൂത്രണ സമിതി അംഗം A അബ്ദുറഹ്മാൻ, K കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. റഹ്മാൻ തായലങ്ങാടി, VV പ്രഭാകരൻ, നാരായണൻ പേരിയ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ന്യൂസ് ഡെസ്ക്, KCN. ജനപക്ഷ രാഷ്ട്രത്തിന് സ്ത്രീ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്പീഡ് വേ ഇൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി ദേശീയ സമിതി അംഗം പ്രിയ സുനിൽ ഉദ്ഘാടനം ചെയ്തു. P ജുവൈരിയ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി വനിതാ വിംഗ് സംസ്ഥാന കൺവീനർ EC ആയിഷ മുഖ്യ പ്രഭാഷണം നടത്തി. സുബൈദ കൈന്ദർ, P സുലോചന, PH റംല, പ്രമീള പടന്ന, തങ്കമണി, P റസിയ തുടങ്ങിയവർ സംസാരിച്ചു. DCC നിർവാഹക സമിതി യോഗം നടന്നു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം, കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 4-ന് ജില്ലയിൽ നടത്തുന്ന പിക്കറ്റിംഗ് സമരം എന്നിവയെക്കുറിച്ച് ആലോചിക്കുന്നതിനു വേണ്ടിയാണ് യോഗം ചേർന്നത്. DCC ഓഫീസിൽ നടന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റുന്ന കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ നിർജീവമാണെന്ന് വിലയിരുത്താനിടയുള്ളതുകൊണ്ട് ഒരു കാരണവശാലും അത് നിർജീവമാകരുത് എന്ന ശ്രദ്ധ നിങ്ങളുടെ മനസ്സിലുണ്ടാകാനാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി അടക്കം അതിൻ്റെ റിപ്പോർട്ടടക്കം KPCC ചോദിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി K നീലകണ്ഠൻ, നിർവാഹക സമിതി അംഗങ്ങളായ K വെളുത്തുമ്പു, P ഗംഗാധരൻ നായർ, MC ജോസ്, PA അഷറഫ് അലി, ബാലകൃഷ്ണ വോർക്കുഡ്ലു തുടങ്ങിയവർ സംസാരിച്ചു. നാടിൻ്റെ നന്മയ്ക്കായി കൈകോർക്കുവാൻ ജനമൈത്രി പോലീസ്. കാസർഗോഡ് സംഘടിപ്പിച്ച കൂട്ടയോട്ടം ശ്രദ്ധേയമായി. ജില്ലാ പോലീസ് മേധാവിയടക്കം നിരവധി പേർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. നാടിൻ്റെ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് ജനമൈത്രി പോലീസിൻ്റെയും സഹൃദയ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കാസർഗോഡ് പാറക്കട്ട AKG വായനശാല പരിസരത്തു നിന്നായിരുന്നു കൂട്ടയോട്ടം ആരംഭിച്ചത്. കൂട്ടയോട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്.
ഇവർക്ക് പുറമെ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരുമടക്കം നിരവധി പേർ കൂട്ടയോട്ടത്തിൽ അണിനിരന്നു. മീപ്പുകുരി, രാംദാസ് നഗർ, കൂഡ്ലു, പാറക്കട്ട വഴി AR ക്യാമ്പിലാണ് കൂട്ടയോട്ടം സമാപിച്ചത്. ഒരുമയുടെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച കൂട്ടയോട്ടത്തെ ഏവരും ഹർഷാരവത്തോടെയാണ് പ്രോത്സാഹിപ്പിച്ചത്. നാടിൻ്റെ സമാധാനത്തിനും പുരോഗതിക്കുമായി വിപുലമായ പരിപാടികളാണ് കാസർഗോഡ് ജനമൈത്രി പോലീസ് നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീനാരായണ ഗുരു എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കുടുംബസംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. ചടങ്ങിൽ വെച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ലോഗോയും പ്രകാശനം ചെയ്തു. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലോഗോ പ്രകാശനവും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും കാഞ്ഞങ്ങാട്ട് നടന്നു. കുടുംബസംഗമം K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഇരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്യാഭ്യാസപരമായി നമ്മുടെ ജില്ല നമ്മുടെ മലബാറിൽ പുറകോട്ടായിരുന്നു. ഞാൻ മലബാറിൽ തെക്കോട്ട് പോയാൽ അത് വ്യത്യസ്തമായിരുന്നു. അന്ന് അവിടുത്തെ തിരുവിതാംകൂർ ഭരണകൂടമായാലും അതുപോലെ തിരുവച്ചി രാജാവിൻ്റെ ഭരണമായാലും അവർ വിദ്യാഭ്യാസം നല്ല മുൻതൂക്കം നൽകിയപ്പോൾ നല്ല ഇടപെടൽ നടത്താൻ കഴിഞ്ഞ ഭരണകൂടം ചെയ്തായിരുന്നു. അന്ന് ഈ പ്രൈവറ്റ് മേഖലയിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അതിൻ്റെ ഫലമായിട്ടായിരുന്നു കേരളത്തിലെ വടക്ക് തെക്ക് എന്നൊരു വ്യത്യാസത്തിന് വരാൻ വേണ്ടിയിട്ടാണ് ഈ വടക്കൻ മേഖലയിൽ ഈ പറഞ്ഞ ലാഡി കോളേജ് സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നില്ല, അപൂർവം മാത്രമേ ഉണ്ടായിരുന്നു. ലോഗോ പ്രകാശനം കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ G. ഗോപകുമാർ നിർവഹിച്ചു. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് നിർവഹിച്ചു. പോണ്ടിച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ സത്യനാഥൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ, ഗീതാകൃഷ്ണൻ, P. ദാമോദരപ്പണിക്കർ, K. വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ രാജൻ പെരിയ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഡോക്ടർ K. V. ശശിധരൻ സ്വാഗതവും അശോക് കുമാർ നന്ദിയും പറഞ്ഞു. കുമ്പള പെർവാട് എസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റാലിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ദേശസ്നേഹത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് എസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 100 കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന റാലിയും നടന്നു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി മൊഗ്രാൽ ടൗണിനെ വലം വെച്ചാണ് സ്കൂളിൽ സമാപിച്ചത്. റാലിക്ക് അകമ്പടിയേകിയ വാഹനങ്ങളിലെ നിശ്ചല ദൃശ്യങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഭാരതാംബയുടെയും ഗാന്ധിജിയുടെയും മറ്റ് സ്വാതന്ത്ര്യസമര സേനാനികളുടെയും നിശ്ചല ദൃശ്യങ്ങളാണ് വാഹനങ്ങളിൽ ഒരുക്കിയത്. റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളേന്തിയ കുട്ടികളോടൊപ്പം അധ്യാപകരും റാലിയിൽ അണിനിരന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്മരണകൾ ഉയർത്തിയ റിപ്പബ്ലിക് ദിന റാലി കാഴ്ചക്കാർക്കും നവ്യാനുഭവമായി. സ്കൂൾ ചെയർമാൻ ഇദ്ദീൻ മുഹമ്മദ് പതാക ഉയർത്തി. സ്കൂൾ പ്രിൻസിപ്പൽ നിസാർ അഹമ്മദ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ തമ്പാൻ നായർ, സ്കൂൾ മാനേജർ അഗസ്റ്റിൻ എന്നിവർ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ആദൂർ ഗ്വാളിമുക്ക ഖലീൽ സലാഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന റാലിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. സ്കൂളിൽ നിന്നും ആദൂർ പള്ളം വരെയാണ് റാലി സംഘടിപ്പിച്ചത്. റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങളുമായി 100ഓളം വിദ്യാർത്ഥികളാണ് റാലിയിൽ അണിനിരന്നത്. ആദൂർ ASI ദാമോദരൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യാപകരും നാട്ടുകാരുമടക്കം നിരവധി പേർ സംബന്ധിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ CDSന്റെ ജില്ലാതല സത്യപ്രതിജ്ഞാ ചടങ്ങ് പള്ളിക്കരയിൽ നടന്നു. പള്ളിക്കര പഞ്ചായത്ത് CDS ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കുടുംബശ്രീ CDSന്റെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് പള്ളിക്കരയിൽ നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ആശങ്കയിലെ അകറ്റി
ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടി കഴിഞ്ഞു. നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ വികസനം എന്നത് ആ വികസനപരമായ പരിപാടികൾക്കെല്ലാം ശാക്തീകരണത്തിൽ, സ്ത്രീകളെ ശാക്തീകരണത്തിന് ഉപരിയായി വികസനപരമായ കാര്യങ്ങൾക്കെല്ലാം നന്നായി ഇടപെട്ട് നടത്തിക്കൊണ്ടുപോകുന്ന പഞ്ചായത്ത് ഭരണത്തിൻ്റെ ഒരു താങ്ങും തണലായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ട സംവിധാനം എന്ന് നമുക്കെല്ലാം അറിയാം. അത് ഭാവിയിലും കൂടുതൽ ശക്തിപ്പെടുത്തി മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്ന് കേരളത്തിലാകെ ഈ ഉച്ചയ്ക്ക് 3 മണിക്ക് തന്നെ ഈ പരിപാടി നടത്തണമെന്ന് സർക്കാർ തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജില്ലാതല പരിപാടി ഇന്നിവിടെ വെച്ച് നടന്നത്. സബ് കളക്ടർ കെ ജീവൻ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശ്യാമളാദേവി അധ്യക്ഷയായി. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് എൻ.എ. ഖാലിദ് മുഖ്യാതിഥിയായി. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ എ. കൃഷ്ണൻ, പി.കെ. മാധവി, എ. ജാസ്മിൻ, കപ്പണ മുഹമ്മദ്, കെ.സി.കെ. ഷീബ, കെ.ഇ.കെ. ബക്കർ, കെ. ആമുഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ സ്വാഗതവും അബ്ദുൾ മജീദ് സി.എ. നന്ദിയും പറഞ്ഞു. മഞ്ചേശ്വരം ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്ഷാമം ഉടൻ പരിഹരിക്കണമെന്ന് മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി വാർഷിക യോഗം ആവശ്യപ്പെട്ടു. മഞ്ചേശ്വരം മുദ്യാവരയിൽ നടന്ന വാർഷിക യോഗത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റിയുടെ ഉദ്യാവരയിലുള്ള ഓഫീസിലായിരുന്നു വാർഷിക യോഗം നടന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി. അഹമ്മദ് കുഞ്ഞി വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. മുരളീധർ ഭട്ട് അധ്യക്ഷത വഹിച്ചു. എം. കെ. മജീദ്, യാക്കൂബ് കുഞ്ചത്തൂർ, ബി. മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം പഞ്ചായത്ത് പരിധിയിലെ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം പരാതി നൽകിയപ്പോൾ വിശദീകരണം നൽകാത്ത സെക്രട്ടറിക്കെതിരെ സംസ്ഥാന വിവരാവകാശ വകുപ്പ് ഓഫീസർക്ക് പരാതി നൽകുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. മഞ്ചേശ്വരം ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സുതാര്യ കേരളം പദ്ധതിയിൽ പരാതി നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ 7 അംഗ കമ്മിറ്റി രൂപീകരിക്കുവാനും വാർഷിക യോഗത്തിൽ തീരുമാനമെടുത്തു. യോഗത്തിൽ മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റിയുടെ 2015-2016 വർഷത്തെ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. മുരളീധർ ഭട്ടിനെ പ്രസിഡന്റായും റഹ്മാൻ ഉദ്യാവരയെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ലില്ലിഭായ് ടീച്ചർ, സഞ്ജീവ ഷെട്ടി എന്നിവരാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. കെ. നാസർ, ബഷീർ കുന്നിൽ എന്നിവരാണ് പുതിയ സെക്രട്ടറിമാർ. ട്രഷററായി മാധവി ടീച്ചറെയും തിരഞ്ഞെടുത്തു. പുതിയ ഭരണസമിതിയിലേക്ക് 5 അംഗ എക്സിക്യൂട്ടീവിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈത്തിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പുത്തികെ ബാഡൂർ സ്വദേശിയായ ഉമറുൽ ഫാറൂഖിന്റെ മൃതദേഹം ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കും. ഇതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുവൈത്തിലെ കബദിയിൽ വാഹനാപകടം നടന്നത്. ഫാറൂഖ് അടക്കം 2 പേർ മരിക്കുകയും 3 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. പടന്ന കാന്തലോട്ടെ അയൂബ് സാബിറ ദമ്പതികളുടെ മകൻ അഫ്രാസാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പെരിയയിലുണ്ടായ വാഹനാപകടത്തിൽ സാരമായി പരിക്കേറ്റ് അഫ്രാസ് മംഗലാപുരത്ത് ചികിത്സയിലായിരുന്നു. അപകടത്തിൽ അഫ്രാസിന്റെ സഹോദരൻ അഫ്രീദ് അപകടസ്ഥലത്തു തന്നെ മരിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി ഓർഡിനൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി 30-ന് വൈകുന്നേരം ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ പെട്രോളിന്റെ വില കുറയ്ക്കണമെന്ന് ആവശ്യം. കാസർഗോഡ് ജില്ലാ മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ സമ്മേളനം സമാപിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1/3 ചുരുങ്ങിയിട്ടും ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ആനുപാതികമായി കുറച്ചിട്ടില്ല. വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. T. ലക്ഷ്മണൻ രക്തസാക്ഷി പ്രമേയവും M. രാജൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി കാറ്റാടി കുമാരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് P. രാഘവൻ അധ്യക്ഷനായി. K. ഉണ്ണി നായർ, നെല്ലിക്കാട്ട് കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 66ാമത് റിപ്പബ്ലിക് ദിനം രാജ്യം പ്രൗഢോജ്വലമായി ആഘോഷിച്ചു. കാസർഗോഡ് മന്ത്രി അനൂപ് ജേക്കബ് പതാക ഉയർത്തി. ശക്തമായ ജനാധിപത്യത്തിന് ഭാരതം മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും മന്ത്രി. ബാർക്കോഴ ചൊവ്വാഴ്ച സംസ്ഥാനത്ത് BJP ഹർത്താൽ.
എൻഡോസൾഫാൻ ഇരകളെ സഹജീവികളായി കണ്ട് രോഗപരിഹാരം നടത്തണമെന്ന് പ്രമുഖ എഴുത്തുകാരൻ ആശാ മേനോൻ. എൻഡോസൾഫാൻ ഇരകളെ പ്രദർശന വസ്തുക്കളാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആശാ മേനോൻ. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.